അയൽവാസികളുടെ വഴി തടയരുത്. നിങ്ങൾക്കൊരു പക്ഷേ ഒരു 1/2 സെന്റോ 1 സെന്റോ ഒക്കെ നഷ്ടപ്പെട്ടേക്കാം. നിങ്ങളുടെ സ്വന്തം സ്ഥലവുമായിരിക്കാം അത്. അയൽവാസികൾക്കുള്ള വഴി തടയുന്നത് നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വഴി തടയാൻ കാരണമാണ്. ചില സ്ഥലങ്ങളിൽ വഅദിന് പോകുമ്പോ വണ്ടി വീട്ടിലേക്ക് പോകൂല. കാരണം എന്താ? ഇപ്പുറത്തെ വീട്ടുകാർ ഇടുക്കി വെച്ചിരിക്കാൻ നടക്കാനുള്ള വഴിയേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചില വീടുകൾ ഉണ്ടാകും. എന്നാൽ ഏക്കറക്കണക്കിന് സ്ഥലമുള്ള മനുഷ്യന് ഒന്ന് മാറിക്കൊടുത്താൽ ഒരു വണ്ടിക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാകും. അവര് ചോദിച്ചാൽ കൊടുക്കൂല എന്ന് മാത്രമല്ല, ഇത്ര പണം തരാമെന്ന് പറഞ്ഞാൽ പോലും കൊടുക്കാൻ തയ്യാറാവാത്ത എത്രയോ ആളുകൾ ജീവിക്കുന്ന മണ്ണാണ് ഈ പ്രബുദ്ധ കേരളം. അവർക്കൊക്കെ വേണ്ടത് സ്വർഗമാണ്. അവർക്ക് റബ്ബിനോട് ചോദിക്കുന്നത്, തഹജ്ജുദ് നിസ്കരിച്ച് ചോദിക്കുന്നത് സ്വർഗമാണ്. 5 നേരത്തെ ഫർള് നിസ്കാരത്തിന്റെ ശേഷം അല്ലാഹുമ്മ അന്തസ്സലാം മിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. അല്ലാഹുവേ, എനിക്ക് സ്വർഗം തരണമെന്നാ ചോദിക്കുന്നത്. അയൽവാസിയുടെ വഴി തടഞ്ഞവനും അള്ളാഹുവിനോട് ചോദിക്കുന്നത് സ്വർഗത്തെയാണ്. എങ്ങനെയാണ് അള്ളാഹു സ്വർഗം കൊടുക്കുക? അയൽവാസിയുടെ വഴി തടഞ്ഞവന് എങ്ങനെയാണ് അള്ളാഹു സ്വർഗം കൊടുക്കുക? അള്ളാഹു സ്വർഗം കൊടുക്കൂല. ഏതൊരു മനുഷ്യനായാലും അയൽവാസിക്ക് വഴി തടഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം സ്ഥലം തന്നെയാണ്. അതുപോലും നിങ്ങൾ തടഞ്ഞാൽ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് തടയും. എന്താ ചെയ്യേണ്ടത്? കഴിയാണെങ്കിൽ അന്നത്തെ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അത് വെച്ച് അവരിൽ നിന്ന് വാങ്ങി നിങ്ങൾ അവർക്ക് വഴി ഉണ്ടാക്കി കൊടുക്കുക. ഇനി അവർക്കതിന് കപ്പാസിറ്റി ഇല്ലേ, ഫ്രീക്ക് അങ്ങോട്ട് കൊടുത്തേക്ക് മനുഷ്യന്മാരെ. ഇവിടെ 1 സെന്റ് പോകുമ്പോ അപ്പുറത്ത് 10 സെന്റ് പഠിച്ചോൻ തരും. സദഖ കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു തആല ഒരാളുടെയും സമ്പത്തിൽ നിന്ന് ഒരു നയാ പൈസ പോലും കുറക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം